ഹായ്, ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൽദിക്ക് പോവാണ് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റിയ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരത്തെയാണ്. അപ്പോൾ 2 ദിവസം കൂട്ടിയിട്ടായിരിക്കും വിടാൻ പോണത്. നമുക്ക് നോക്കാം. ഫ്രണ്ടിൻ്റെ അല്ല കേട്ടോ, ഫ്രണ്ടിൻ്റെ മോളുടെ. അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് 2 വീടപ്പുറം എൻ്റെ അമ്മായിയുടെ വീടുണ്ട്. അമ്മായി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മായി വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അവിടെ നല്ല പട്ടികുരയൊക്കെയാണ്, പട്ടികൾ നിന്നിട്ട്. അപ്പോൾ ഞങ്ങളുടെ റോഡ് ഈ ഇടയിൽ നന്നാക്കി ആ റോഡാണ് ആ കാണുന്ന പരുവാക്കിയിട്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഇങ്ങനെയാണല്ലോ, റോഡ് നന്നാക്കും വീണ്ടും കുളമാക്കും. അപ്പോൾ ഈ അമ്മായിയുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ചെരുപ്പടിയാണ് ഇത്. ഞങ്ങൾക്കൊക്കെ ഇവിടുന്ന് റീറ്റെയിൽ വിലയ്ക്കൊക്കെ ചെരുപ്പ് കിട്ടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹൽദി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽദി നടക്കുന്നതൊക്കെ കാണാം. അപ്പോൾ കുട്ടിയുടെ വീട്ടുകാരും ഒക്കെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ചിലരൊക്കെ ഉണ്ട് ഇതിൽ. ചടങ്ങുകൾ കഴിഞ്ഞ് ഫുഡും കഴിച്ച ശേഷം ഞങ്ങൾ അവരുടെ പുതിയ വീടാണ് കേട്ടോ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പുറകിൽ പഴയ വീടിൻ്റെ തറവാട്ട് വീട് അവിടെയായിരുന്നു. അപ്പോൾ കല്യാണം ആയപ്പോഴേക്കും പുതിയ വീടൊക്കെ വെച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പൂജാമുറി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് വീട് മൊത്തം ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. അപ്പോൾ 2ാമത്തെ ദിവസം വീണ്ടും പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അന്ന് മെഹന്തിയാണ് നടക്കുന്നത്. പിന്നെ ദക്ഷിണ കൊടുക്കൽ ചടങ്ങുകളൊക്കെയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ എത്തി ആ ചടങ്ങുകളിലേക്കൊക്കെ കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം കണ്ട് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്ന് എറണാകുളത്ത് പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ 7:45 പോയി. അപ്പോഴേക്കും തന്നെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടിയുടെ അമ്മ, വല്യമ്മ അങ്ങനെ ഉള്ളവരൊക്കെ കയറ്റിയാണ് ഇരുത്തുന്നത് മറ്റേ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക്. എൻ്റെ അടുത്ത് ഇരിക്കുകയാണത് ഇതെൻ്റെ അമ്മായിയാണ്. ഞങ്ങൾ 2 പേരും കൂടെയാണ് എപ്പോഴും അടുത്തേക്ക് പോകുന്നത്. എല്ലായിടത്തും ഞങ്ങളുടെ കൂട്ടുകാരുടെ ഫംഗ്ഷനുകളിലൊക്കെ. അപ്പോൾ ആ കുട്ടിയുടെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ വന്നിട്ട് മെഹന്തിയൊക്കെ ഇട്ടു. പിന്നെ അതിനുശേഷം ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുന്നതാണിത്. അതേപോലെ മറ്റ് ബന്ധുക്കൾക്കും എല്ലാവർക്കും അവിടെ വെച്ചിട്ട് ദക്ഷിണ കൊടുത്തു. കല്യാണത്തിൻ്റെ അന്നാണ് അമ്മയ്ക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്നത്. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. ബാക്കി കുറച്ച് ഞങ്ങൾ എറണാകുളത്ത് പോയ ടൗണിൻ്റെ കാഴ്ചകളും കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പോൾ പുല്ലേപ്പടിയാണ് പോയത്. പുല്ലേപ്പടിയിൽ നിന്ന് വന്ന് എറണാകുളം MG റോഡ് വഴി ഇങ്ങനെ മടങ്ങി വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ ആ വഴിക്ക് വേണ്ട പള്ളി അലങ്കാരങ്ങൾ, ഓണത്തിൻ്റേതായ ചെറിയ ചെറിയ അലങ്കാരങ്ങളിലേക്കും ഒക്കെ എല്ലാ കടകളും എത്തി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കുറേശ്ശെയായിട്ട്. ഇനിയും 2 ആഴ്ച കൂടെ കഴിഞ്ഞ് എല്ലാം അടിപൊളിയായിട്ട് മാറും എറണാകുളമൊക്കെ. അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് പോയിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് കാണാം കേട്ടോ. പിന്നെ ഏതെങ്കിലും കടയിലൊക്കെ പോവുകയാണ് ഓഫറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നോക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി.
അങ്ങനെ ഞങ്ങൾ മടങ്ങി പോകുന്ന വഴി ഒരു കടയിൽ കയറി ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത് കേട്ടോ. ചോറും കുറച്ച് കപ്പങ്ങ മെഴുക്കുവരട്ടി ഇരിക്കുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും തികയില്ല. അപ്പോൾ ഒരു ബിരിയാണി കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കറക്റ്റ്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് മടങ്ങുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണുമ്പോൾ ബൈ ബൈ, അഭിപ്രായങ്ങളും അറിയിക്കണേ.